ശ്രീ എൻ ശ്രീകുമാർ, ശശി തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി കോൺഗ്രസിൽ തുടരുന്നില്ല എന്നതിന്റെ സൂചനകളായിട്ട് ഈ ലേഖനത്തെ കാണാമോ? അല്ല, അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം ശശി തരൂർ കോൺഗ്രസിൻ്റെ എംപിയും അതുപോലെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തമായ അഭിപ്രായങ്ങൾ പറയുകയും അത് പാർട്ടിയെ വെട്ടിലാക്കുകയും ചെയ്യുന്നത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി എന്നൊരു വാക്കാണ് മിക്കവാറും അദ്ദേഹം പ്രയോഗിക്കുക. അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായി എന്നൊരു വാക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന് ഉപയോഗിക്കാൻ യാതൊരു അവകാശവുമില്ല. കാരണം അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ് എം പി ആയത്. പിന്നെ ശശി തരൂർ ഒരു 3-4 വർഷം മുമ്പും ഇതുപോലെ തിരുവനന്തപുരത്തൊരു മാളിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചും പിണറായിയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതിലൊരുപാട് വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും കോൺഗ്രസിനൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് സത്യസന്ധമായ കാര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തിയാൽ അതിൽ തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് കോൺഗ്രസിൽ പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നതും പ്രവൃത്തി പഥം എന്ന് നമ്മളൊക്കെ പറയുന്നതും ഒക്കെ രാഷ്ട്രീയത്തിനപ്പുറത്താണ്. രാഷ്ട്രീയത്തിൽ വന്നിട്ട് 10-14 വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പരിചയക്കുറവ് അദ്ദേഹത്തിനുണ്ട്. കോടിയിലെ അംഗമാണ്, പ്രവർത്തക മത്സരിച്ച് നേടിയെടുത്തതാണ് പ്രവർത്തക സമിതി അംഗത്വം. കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട എം പി ആണ്. താൻ കോൺഗ്രസിന്റെ വക്താവല്ല എന്നാണ് അദ്ദേഹം ഈ ലേഖനത്തോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങളോട് പ്രതികരിച്ചത്. വക്താവല്ല എങ്കിൽ കോൺഗ്രസിനോട് ഉത്തരവാദിത്തമില്ല എന്നാണോ? ഈ ലേഖനത്തിനൊടുവിൽ കാര്യങ്ങൾ പറയുന്നത് വ്യക്തിപരമാണ് എന്ന് പറയുന്നു. അങ്ങനെ വ്യക്തിപരമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന് ഇത്ര നെടുനീളൻ ലേഖനം പാർട്ടിക്ക് വിരുദ്ധമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ CPM-നെ പുകഴ്ത്തിക്കൊണ്ടൊരു ലേഖനം കോൺഗ്രസിലെ ഒരു നേതാവിന് വ്യക്തിപരമായി എഴുതാൻ സാധിക്കുമോ? അത് ശശി തരൂരിന് മാത്രമുള്ളൊരു ഇളവാണോ? അല്ല, ഞാൻ പറഞ്ഞു വരുമ്പോഴേക്ക് ഇടപെട്ടുകൊണ്ടാണ്. അതായത് ഞാൻ പറയുന്നത് പരിചയക്കുറവ് എന്ന് പറയാൻ കാരണം പ്രവർത്തകരുടെ ഒരു വികാരവും മനസ്സും ആദ്യം അറിയണ ഒരു നേതാവ്. ശശി തരൂരിന് അത് അറിയാൻ ഒട്ടും കഴിയാത്തൊരു നേതാവാണ്. കാരണം അദ്ദേഹത്തെ നേതാവ് എന്ന് നമുക്ക് അങ്ങനെ പറയാനും കഴിയില്ല. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ എത്തപ്പെട്ടു. അദ്ദേഹം വേറൊരു തലത്തിൽ അദ്ദേഹം പ്രശസ്തനാണ്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഞാൻ അതാണ് പറഞ്ഞത്, പ്രവർത്തകരുടെ വികാരം. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം എന്താണ്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന LDFൻ്റെ ജനദ്രോഹ നടപടിക്കെതിരായിട്ടുള്ള സമീപനം എന്താണ്? ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ എഴുതാൻ കഴിയില്ല. ശശി തരൂരിൻ്റെ ലേഖനം കോൺഗ്രസ് വിരുദ്ധമാണ്, പൂർണ്ണമായും കോൺഗ്രസ് വിരുദ്ധമാണ്, സംശയമില്ല. അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾ എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഏതോ ഒരു മന്ത്രി 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു അത് ഞാൻ വേറെ ഇൻ്റർനെറ്റിൽ തപ്പി എന്നിട്ട് ഞാൻ ഒരു ലേഖനം എഴുതിയെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ തള്ളിക്കളയണം കോൺഗ്രസ്. ഇദ്ദേഹത്തെ ഒരിക്കലും കോൺഗ്രസ് അനുകൂലിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ മൊത്തം അദ്ദേഹം അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് തികച്ചും മോശമാണ്. കാരണം അദ്ദേഹത്തെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കുമ്പോൾ നമ്മൾ സ്മൃതി ഉൾപ്പെടെ ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം AICC പ്രസിഡന്റായി മത്സരിക്കാൻ എന്തുകൊണ്ട് അയോഗ്യത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അയോഗ്യത എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളെന്ന നിലയ്ക്കാണ്. അത് പിന്നെ ഓരോ ദിവസവും തെളിഞ്ഞു വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് ശശി തരൂർ ഇങ്ങനെ ഓരോ അഭിപ്രായം പറയും. എന്നിട്ട് അഭിപ്രായം പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ചുരുങ്ങിയത് ആ പ്രവർത്തക സമിതി അംഗത്വമെങ്കിലും ഒഴിഞ്ഞിട്ട് വേണം പറയാനായിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ CPM-നും പറയാം. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് CPM-നും അനുകൂലിച്ച് പറയാം, അല്ല CPM-നും പൊക്കിപ്പിടിക്കാം, അതുപോലെ BJP-ക്കും പൊക്കിപ്പിടിക്കാം. ഒരേ സമയം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെ പോഴ്ത്തുന്നു, മോദിയെ പോഴ്ത്തുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും മോദി ഒരേപോലെ. മറിച്ച് CPM-ന് പക്ഷേ പിണറായി വിജയനെ പൂഴ്ത്തിയാൽ മോദിയെ പൂഴ്ത്തുന്നതിലും വിരോധം ഉണ്ടാവില്ല. കാരണം രണ്ട് കൂട്ടർക്ക് അവരുടേതായ ചില ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഇവിടെ ചർച്ചാ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ശശി തരൂർ അദ്ദേഹം ഇതുപോലെ 2-3 എനിക്ക് തോന്നുന്നത് 2020 അദ്ദേഹം ഇതിലെ കേരളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചു. അത് കോൺഗ്രസ് MP-മാരെ ഒപ്പിട്ടിട്ട് നിവേദനം കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിൽ ഒപ്പിട്ടില്ല. എന്നിട്ട് അത് വലിയ വിഷയമായപ്പോൾ അദ്ദേഹം മാതൃഭൂമിയിൽ 2020 ഡിസംബർ മാസത്തിലാണ് അദ്ദേഹം മാതൃഭൂമിയിൽ ലേഖനം എഴുതി. അതായത് എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിലത് അദ്ദേഹം വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കേരളയിലെ ഒപ്പിടാതിരുന്നു എന്നുള്ളതുകൊണ്ട് കേരളയിലെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിൽ അർത്ഥമില്ല. അതുപോലെ ഒരു മാൾ ഉദ്ഘാടന സമയത്ത് കേരളത്തിൻ്റെ വ്യവസായ വികസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണ്. അത് മുഖ്യമന്ത്രിയെ തരൂർ വീണ്ടും പുകഴ്ത്തി എന്ന് മാധ്യമങ്ങൾ തെറ്റായി ഹെഡിങ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ഒരാളാണ്. അതേ ശശി തരൂർ ഒരുപാട് വട്ടം മോദിയെയും പിണറായി വിജയനെയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസുകാർ സമരത്തിൽ നിൽക്കുമ്പോഴാണ് വിഴിഞ്ഞത്തിന് സമരവിരുദ്ധമായ നിലപാട് അദ്ദേഹം എടുത്തത്.
തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉയർത്തത് ഏത് ഘട്ടത്തിലായിരുന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ ഈ ഇലക്ഷൻ കാലത്ത് മാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ബാക്കി എല്ലാ സമയത്തും അദ്ദേഹം ഒരു വിശ്വപൗരനായി വേറൊരു തലത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു നേതാവിനെ കൊണ്ട് കോൺഗ്രസിന് എന്ത് ഗുണം ശ്രീകുമാർ? അല്ല, നേതാക്കളെ കൊണ്ട് കോൺഗ്രസിന് ഗുണം പലതരത്തിലാണല്ലോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ എത്രയോ നേതാക്കൾ പാർട്ടിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാതെ വന്നിരിക്കുന്നു. ഇപ്പം നട്വർ സിംഗ് ആണെങ്കിലും KR നാരായണനാണെങ്കിലും അതുപോലെ നമ്മളുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ കാലത്ത് വന്ന അരുൺ സിംഗ് ആണെങ്കിലും അരുൺ നെഹ്റു ആണെങ്കിലും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതൊക്കെ അതാത് തലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നും ഒരു കോൺഗ്രസ് നേതാവ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എത്തിയിട്ട് ഇങ്ങനെ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അത് അനുവദിച്ച് കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ അദ്ദേഹം ജയിച്ചത് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ. അദ്ദേഹത്തിന് വോട്ട് ചെയ്തത് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ച CPM-കാരും BJP-കാരും അല്ലല്ലോ. വേർത്ത് കുളിച്ച് അവിടെ ഓടി നടന്ന ആരാ? കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും അല്ലേ. അദ്ദേഹം 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെന്ന് ആലോചിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ദോഷവും ഉണ്ടാകുന്നുണ്ട്. നേരെ മറിച്ച് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്, എൻ്റെ രീതി അതാണെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ച് കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിനോട്. മാത്രമല്ല സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം കേരളത്തിൽ നിന്നും ഹൈക്കമാൻഡ് ഇടപെടണം എന്നുള്ള ആവശ്യം സമ്മർദ്ദമായി തന്നെ പോയിരുന്നു. അതുകൂടാതെ ഡൽഹിയിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം, മോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണം, അതിലുള്ള പ്രതികരണമായിട്ടാണോ എന്നറിയില്ല. ഇപ്പോൾ ജയറാം രമേശിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നു, പരസ്യ പ്രതികരണം വന്നിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരേയൊരു പാർട്ടി കോൺഗ്രസ് ആണ്. നേതാക്കൾക്ക് വ്യക്തിപരമായ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകും, പക്ഷേ ചില അഭിപ്രായങ്ങൾ പാർട്ടിയുടെ കൂട്ടായ അഭിപ്രായത്തെ പ്രതിഫലിപ്പിക്കത്തക്കതായിരിക്കണം. എന്നാൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണ് പരമപ്രധാനമെന്നും ജയറാം രമേശ് പറഞ്ഞു. അപ്പോൾ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി തരൂർ 2 ഘട്ടങ്ങളിൽ 2 നേതാക്കളെ പുകഴ്ത്തുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇതിലപ്പുറത്തേക്ക് പാർട്ടി നീങ്ങുമോ എന്നാണ് അറിയേണ്ടത്. കാരണം പ്രവർത്തക സമിതി അംഗമാണല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.